നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട മീനുകൾ വളരെ പാടാണ്, സമയമെടുത്ത് ക്ലീൻ ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ നമ്മൾ പലപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ടിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള മീനുകളാണ് കക്കയിറച്ചി, ഇതുപോലെ കരിമീൻ, ഇതുപോലെ ചെതമ്പലൊക്കെ ഉള്ള മീനുകൾ അല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാൻ കാണിക്കുന്നത് നമ്മളുടെ കക്കയിറച്ചിയാണ് കേട്ടോ. കക്കയിറച്ചി പലവരും 95% ആളുകളും ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നത് ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു സാധനം കളയേണ്ട കാര്യമൊന്നുമില്ല, അത് നല്ലതാണെന്നൊക്കെ. പക്ഷേ നമ്മൾ കുട്ടിക്കാലം മുതലേ തന്നെ നമ്മളിങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ക്ലീൻ ചെയ്യാതെ കഴിക്കാനായിട്ട് തോന്നാറില്ല. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ഞാനിത് ചട്ടിയിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ചട്ടിയിൽ നമ്മൾ ഫ്രീസറിൽ ഒരു 5-10 മിനിറ്റ് വെക്കുക കേട്ടോ. നമ്മൾ കിറ്റിലൊക്കെ വെച്ചാലും അത് അത്ര പെട്ടെന്ന് അത് ഐസായി കിട്ടില്ല. ഐസാകണമെന്നല്ല, അതിൻ്റെ ഉള്ളൊന്ന് സ്ട്രോങ് ആയി കിട്ടണം. ആ ദശ ഒന്ന് എന്താ പറയുക, ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കരുത്, ഒന്ന് ഹാർഡാകണം. അപ്പോൾ ചട്ടിയിൽ വെച്ചാൽ ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് ആയിക്കിട്ടും. അതുമല്ല അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട്, നമ്മൾ കിറ്റിലൊന്നും വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അറിയാലോ ചട്ടിയുടെ ഒരു ഗുണം, ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, നല്ല രീതിയിൽ തന്നെ അത് വലിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സിപ്പ് ലോക്ക് കവർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. നിങ്ങളെ കയ്യിൽ ഈ ഒരു കവർ ഇല്ലെങ്കിൽ സാധാരണ ഒരു കവർ എടുത്താലും മതി, നമ്മൾ സാധാ ഒരു കിറ്റ് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു കക്കയിറച്ചി 5 മിനിറ്റ് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കിറ്റിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ ചെറിയ കക്കയിറച്ചി ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ ഇത് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. എന്താണ് പറയുക, ആ ഒരു ദശയൊന്നും ഒടഞ്ഞു പോകാതെ നല്ല, നമ്മളിപ്പം ഓരോന്ന് കിള്ളി എടുക്കില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്കിത് കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഒരേ സമയം തന്നെ എല്ലാം നല്ല ക്ലീനായി കിട്ടും. നമ്മളൊരു 5 മിനിറ്റ് പോലും എടുക്കില്ല ഇത്രയും കക്കയിറച്ചി ക്ലീൻ ചെയ്യാൻ. 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കുഴൽ, ഇതുപോലുള്ള കുഴലെടുക്കണം. നല്ല എന്താ പറയുക, കട്ടിയായിട്ടുള്ള രീതിയിൽ നമ്മളിത് അമുക്കി കൊടുക്കരുത്. പതിയെ ഇതുപോലെ സ്ലോലി ഒന്ന് നെക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുപ്പ് ഭാഗം ഇല്ലേ, ആ അഴുക്ക് ഭാഗം, അത് മൊത്തത്തിൽ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നിമിഷ നേരം, ഞാനൊക്കെ ഈ ഒരു കക്കയിറച്ചി കൊണ്ട് മണിക്കൂറോളം ഇരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഐഡിയ അറിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇത്ര എളുപ്പമായിരുന്നോ എന്ന്. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരിയതായിട്ട് വെള്ളം തുറന്ന് അതൊന്ന് നല്ലതുപോലെ എന്താ പറയുക, ഒന്ന് അരിപ്പയിൽ ഇതാക്കി എടുക്കുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ തന്നെ കഴുകി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഇടുന്നത്. നമ്മൾ എന്താ പറയുക, ഒന്നിൻ്റെ മേലിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ വെക്കരുത്. ഇതുപോലെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഈവണായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ കണ്ട, മിനിറ്റുകൾ കൊണ്ടല്ലേ ഞാൻ ഇത്രയും കക്കയിറച്ചി ക്ലീനാക്കി എടുത്തേക്കുന്നത്, കണ്ടില്ല. എന്നിട്ട് വെള്ളം തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകി എടുക്കുക കേട്ടോ. ആ ഒരു കണ്ട, നല്ലതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു അഴുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഓരോന്നും എടുത്ത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ആ നമ്മൾ നെക്കി എടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ആ ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന്, അതിനാണ് ഞാൻ പറഞ്ഞ ഫ്രീസറിൽ വെക്കുമ്പം അത് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു കറുപ്പ് സാധനം മാത്രം പുറത്തേക്ക് വരാനായിട്ട് സഹായിക്കും കേട്ടോ. ഇത് മസ്റ്റായിട്ടും ചെയ്ത് നോക്കാം. നമ്മൾ എന്താ പറയുക, ആ ഒരു സാധനം കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പം ഈ ഒരു കക്കയിറച്ചിയിൽ പല വിധത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയതേ കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അതുപോലെ നമ്മളിപ്പം മീനൊക്കെ ഫ്രീസറിൽ വെക്കുമ്പം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്കായിട്ട് നമ്മൾ ഉണക്കമീൻ്റെ ടേസ്റ്റ് ഒന്നും വരാതിരിക്കാൻ കുറച്ച് വെള്ളം അതിൻ്റെ മേളിൽ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഏതൊരു മീൻ, ഇപ്പോൾ ഞാൻ ചെമ്മീനാണ് കാണിക്കുന്നത്, ഏതൊരു മീനും നമ്മളിതൊന്ന് ഫ്രീസ് ചെയ്തെടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും മാസങ്ങളോളം.
അടുത്തായിട്ട് ഇതുപോലുള്ള കണ്ടെയ്നറൊന്നും നിങ്ങൾ കളയില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ നമുക്ക് പാടായിട്ടുള്ള ജോലികളെല്ലാം വളരെ സിമ്പിളാക്കാനായിട്ട് ഈ ഒരു കളയുന്ന സാധനം വെച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരു കത്തി ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഓട്ട ഈവണായിട്ട് ഇട്ട് കൊടുക്കുക. 2 കണ്ടെയ്നറിൽ ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. നമ്മളിത് വെറുതെ വലിച്ചെറിയുന്നതിനേക്കാളും നമ്മളെ ജോലികൾ എളുപ്പമാക്കാൻ പറ്റിയാൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ അതെ ഇത് രണ്ടും ഞാനിങ്ങനെ ഓട്ടയിട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഈവൻ നമ്മളുടെ ചീരയാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി അരിയാതെ നമ്മൾ ആദ്യം തന്നെ കഴുകണം. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കഴുകുമ്പോൾ ഏറ്റവും വലിയ ഈവൻ നമ്മളുടെ അരി വരെയും കഴുകാനായിട്ട് ഇത്തിരി വലിയ കണ്ടെയ്നർ ആണെങ്കിൽ അരി വരെയും കഴുകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഒന്നും താഴോട്ട് പോകുമെന്നുള്ളൊരു പേടി വേണ്ട. പെരിഞ്ചീരകം, കുരുമുളക് ഇവയെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര പാടല്ലേ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു പാത്രങ്ങളിൽ ഓട്ടയിട്ട് കൊടുത്താൽ വളരെ നല്ല. അതുപോലെ തന്നെ സിങ്ക് ബ്ലോക്ക് ആകാണ്ടിരിക്കാൻ ഈ ഒരു പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ വെള്ളം മൊത്തം പോയതിന് ശേഷം പുറത്ത് കൊണ്ട് നമുക്ക് കളയാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ സാധനങ്ങൾ പോയി ബ്ലോക്കായി പോകാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് പാത്രം കഴുകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഇത് അവിടെ ഇരുന്നോളും. നമ്മൾ ഇതെല്ലാം പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞ് ഫുള്ള് നമുക്കത് കഴുകിക്കഴിഞ്ഞ ശേഷം ഇതുകൊണ്ട് പുറത്ത് കളയാൻ പറ്റും കേട്ടോ. അതുപോലെ മീൻ മുറിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ഒരു പാത്രം അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വെള്ളവും പൊയ്ക്കോളും. നല്ലതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അഴുക്കൊന്നും ഇത് ഉള്ളിലേക്ക് പോയി ബ്ലോക്ക് ആകില്ല. ഇനി ആൾക്കാർ പറയും അത് പുറത്ത് വെച്ച് മീൻ മുറിച്ചൂടെ എന്നൊക്കെ. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പുറത്ത് പോയി മീനൊന്നും മുറിക്കാൻ പറ്റില്ലല്ലോ. അടുത്തതായിട്ട് നമുക്ക് കരിമീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മളുടെ ആ മുള്ളുള്ള ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മീൻ എത്രത്തോളമാണോ ഉള്ളത് അത്രത്തോളം വാളംപുളി എടുത്ത് ഇതുപോലെ നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തുക കേട്ടോ. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ 2 മെത്തേഡ് കാണിച്ചു തരുന്നുണ്ട്. ഒരു മെത്തേഡ് ഈ ഒരു രീതിയിൽ നമ്മൾ വാളംപുളി പിഴിഞ്ഞതിന് ശേഷം ആ ഒരു മീനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കുക കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു മീൻ മൊത്തത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 മെത്തേഡ് കാണിക്കുന്നത് ഒരു മെത്തേഡ് അത്ര പ്രോപ്പറായിട്ട് വരില്ല കേട്ടോ. അടുത്തത് വിനാഗിരി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതും ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനൊരു മാവിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ മീൻ മുറിക്കുമ്പോൾ മാവില കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അത് ഏതൊരു മീനും, നമ്മളിപ്പോൾ കരിമീനാണ് കാണിക്കുന്നത്, ഏറ്റവും പാടായിട്ടുള്ള ഒരു കാര്യമാണ് കരിമീൻ. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ചിതമ്പലുള്ള ഏത് മീനും നമുക്ക് നല്ല മൂത്ത മാവിലെടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്താൽ നമുക്ക് കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യുക, അതിൻ്റെ സ്മെല്ല് കളയാവുന്ന വലിയൊരു ടാസ്ക്കാണ് അല്ലേ. വേറെ ഒന്നും അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല, അത്രയും സ്മെല്ല് വരും. അപ്പോൾ ഈ ഒരു നല്ല മൂത്ത മാവിലെടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പുളിവെള്ളത്തിലിട്ട ഈ ഒരു കരിമീൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കത്തിയുടെ യാതൊന്നിൻ്റെ ആവശ്യമില്ല. കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കൈ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അത്ര ക്ലീനായി കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചിരണ്ടി എടുക്കുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ. അതുപോലെ നമ്മളുടെ ഇത് സുർക്കയിൽ വിനാഗിരിയിലിട്ട ഒരു മീൻ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു മീൻ നല്ലതുപോലെ തന്നെ അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ ഇട്ട് ഈ ഒരു മാവില കൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്ക് ഇതുപോലെ നല്ല തൂവെള്ളയായിട്ട് നമുക്ക് കിട്ടിയിട്ടാ. നല്ലതുപോലെ തന്നെ ക്ലീനായി. ഇനി ചെതമ്പലുള്ള മീനുകളൊന്നും മുറിക്കാനായിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വിനാഗിരിയിലിട്ട മീനിൽ ആ ഒരു കറുപ്പ് പാട് പോകാതെ ഞാൻ പിന്നെയും നമ്മളുടെ പുളിവെള്ളത്തിലിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ഞാൻ എടുത്തത്. വിനാഗിരിയിലിടുമ്പം ഞാൻ ശ്രദ്ധിച്ചത് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരുന്നുണ്ട്. പക്ഷേ പുളിവെള്ളത്തിലിട്ട് ആ മീനിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിനാഗിരിയിലിട്ടിട്ട് ചെയ്യരുത്, ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. തന്നെ മീനിൻ്റെ മണം പോകാനായിട്ട് ഈ ഒരു മാവില വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഉപയോഗിച്ച പാത്രങ്ങളും അതുപോലെ സിങ്കും എല്ലാം ഈ ഒരു മാവില കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നതാണ്. നല്ല ഫ്രഷ് മണത്തോടു കൂടി തന്നെ ഇരിക്കുന്നതാണ്. മാവില ഇല്ലെങ്കിൽ പപ്പായയുടെ ഇലയോ അല്ലെങ്കിൽ നമ്മളുടെ മഞ്ഞളുടെ ഇലയുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് നമ്മളുടെ മഞ്ഞളുടെ ഇല കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞൾ നിങ്ങൾക്ക് പച്ചമഞ്ഞൾ കിട്ടുമെങ്കിൽ അതെടുത്താൽ
വെച്ചാലും മതി. അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുത്ത് വെച്ചതിന് ശേഷം ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ നല്ല എഫക്റ്റാണ്. ഈ മീൻ മുറിക്കുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഇപ്പം മാവിൽ ഇവിടെ ഒരു 3-4 എണ്ണം ഇതുപോലെ തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കഷ്ണിച്ചിടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇല, നമ്മളുടെ ഏതെങ്കിലും നല്ല സ്മെല്ലുള്ള ഇലയാണെങ്കിലും എടുത്താൽ മതി. പക്ഷെ മാവിൻ്റെ ഇലയാകുമ്പോൾ നല്ല സ്പെഷ്യലാണ് കേട്ടോ. അതുപോലെ നമ്മൾ ചാളയൊക്കെ മുറിച്ച് കഴിഞ്ഞ് മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവൂലേ, അത് എത്ര നമ്മൾ എയർ ഫ്രഷ്നർ അടിച്ചാലും പോകാത്തൊരു മണമായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കാപ്പിപ്പൊടി എടുക്കുക, അതിനുശേഷം ഒരു പാനിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കുക കേട്ടോ. ആ ഒരു സ്മെല്ല് വീട് മൊത്തം നമുക്ക് വരുന്നതാണ്. ആ മീനിൻ്റെ സ്മെല്ലെല്ലാം പോയതിന് ശേഷം നമുക്ക് നല്ലൊരു ഫ്രഷ് മണമായിരിക്കും. നമ്മളിനി ഈ വറുത്ത കാപ്പിപ്പൊടി കളയേണ്ട കാര്യമൊന്നും. ഇനി ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാം കേട്ടോ. ഇതുകൊണ്ട് കിഡിലനായിട്ടുള്ള ഒരു സൊല്യൂഷനെ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മളിപ്പം വീട് തുടക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡൈനിങ് ടേബിൾ എന്ത് ക്ലീനിങ്ങിനും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ മാവിൻ്റെ ഇല നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാപ്പിപ്പൊടി കൊണ്ടുള്ള ഈ ഒരു മിശ്രിതം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറു പ്രാണികളെ ബുദ്ധിമുട്ട്, അതുപോലെ ഈച്ച ശല്യം, അതുപോലെ തന്നെ എന്താണ് പറയുക, കണ്ണീച്ച, അങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിശ്രിതം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സിങ്ക് രാത്രി കിടക്കുന്ന സമയത്ത് ഈ ഒരു സിങ്കിലൊക്കെ ഈ ഒരു വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ പാറ്റ പല്ലിയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. മസ്റ്റായിട്ട് എല്ലാ ടിപ്സും ചെയ്തു നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.